ഇന്ന് പല രാജ്യങ്ങളിലും അറബ് നാടുകളിൽ വിശേഷിച്ചും ബലിപെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഓരോ ഹാജിമാരും പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇൻഷാ അള്ളാഹ് ഞാനും നിങ്ങളും നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. അള്ളാഹു നമുക്ക് ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബലിപെരുന്നാൾ എന്നാണ് ഇതിന് പറയുന്ന പേര്. ബലിപെരുന്നാളിൻ്റെ മർമ്മം നമുക്കെല്ലാവർക്കും അറിയാം. ബലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വസ്തുക്കൾ, നാം എന്തെല്ലാം വസ്തുക്കളിൽ നിന്ന് പ്രയോജനം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതിനെല്ലാം നാം അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുന്നു. ആ ഓരോന്നിനും നാം ഓരോരുത്തരും ബലി നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ബലി നൽകുക എന്നതിനപ്പുറം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, അള്ളാഹുവാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയത്, അവനാണ് വലിയവൻ, അവനാണ് മഹാൻ, അവൻ്റെ മഹത്വത്തിൻ്റെ അതേപോലെ തന്നെ ഉടമസ്ഥതയുടെ അംഗീകാരം എന്ന നിലക്ക് കൂടിയാണ് നാം ഓരോരുത്തരും അവനവന് ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആത്മാവെന്ന അനുഗ്രഹത്തിനാണ് ഞാനും നിങ്ങളും മുഅ്മിനും മുസ്ലിമുമായി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരവും നോമ്പും ഞാനും നിങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ശരീരത്തിൻ്റെയും ശാരീരിക കഴിവുകളുടെയും ബലിയാണ് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും. സക്കാത്ത് എന്ന് പറയുന്നത് വിവിധ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികമായ അനുഗ്രഹങ്ങൾക്കുള്ള ബലിയാണ്. അതേപോലെ തന്നെ അല്ലാഹു നമുക്ക് നൽകിയ സമയം, മാനസിക ശാരീരിക കഴിവുകൾ, ഈ അനുഗ്രഹങ്ങൾക്കുള്ള ബലിയാണ് നാം അല്ലാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന വ്യാപകാർത്ഥത്തിലുള്ള ജിഹാദ്. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ജീവൻ ആകുന്ന അനുഗ്രഹത്തിന്റെ ബലിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, സമരം എന്ന് പറയുന്നത്, ദൈവമാർഗത്തിലുള്ള സമരം എന്ന് പറയുന്നത്. ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകിയ ഓരോരോ അനുഗ്രഹത്തിനുമുള്ള ബലിയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മൃഗങ്ങളെ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങൾ, അവയെ ഞാനും നിങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് പല സ്വഭാവത്തിൽ, പല ഭക്ഷണങ്ങളിലൂടെ, ഭക്ഷണക്രമങ്ങളിലൂടെ, പാലാവട്ടെ, മോരാവട്ടെ, തൈരാവട്ടെ, എന്തുമാവട്ടെ, പാലിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാം, മൃഗങ്ങളുടെ ചർമ്മത്തിന്റെ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങളും നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു ബലിയാണ് മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിന് വേണ്ടി നാം നടത്തുന്ന ബലി. ഇവിടെയാണ് ഈ മൃഗബലി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൗരാണിക കാലം മുതൽ തന്നെ നിശ്ചയിച്ചു തന്നിട്ടുള്ള മഹത്തായ ഒരു കർമ്മമാണ് എന്ന് കാണുവാൻ കഴിയും. നമുക്ക് അറിയാവുന്ന ചരിത്രം ഇബ്രാഹിം നബിയുടെ ചരിത്രം മുതലുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ അപ്പുറത്തേക്കുള്ള ചരിത്രത്തെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് ബലി നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനു മുമ്പും ബലി നടന്നിട്ടുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമ്പൂർണ്ണ സമർപ്പണം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ബലിയെറുക്കാൻ കൽപ്പിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളൊക്കെ ബലി അറുക്കേണ്ടതുണ്ടോ, അതൊരു പ്രതീകമല്ലേ,
എന്തിനാണ് ഒരു മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നത്? അതൊക്കെ ഈ അത്യന്താധുനിക ഹൈടെക് യുഗത്തിൽ ആവശ്യമുണ്ടോ? എന്തിനാണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്? എന്തിനാണ് മൃഗങ്ങളെ ഭീതിപ്പെടുത്തുന്നത്? എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത്? ഈ സ്വഭാവത്തിലുള്ള പ്രത്യേകതരമായ കാഴ്ചപ്പാടുകളൊക്കെ ചില കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മുസ്ലിം സമുദായത്തിലെ ചില ആളുകളും അതിൽ വിഷമതരായിരിക്കുന്നു. അവരുടെ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് ബലി അറുക്കണം എന്ന് പറഞ്ഞത് പ്രതീകാത്മകമായിട്ടല്ല ഇസ്ലാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ച ഒരു സംഗതി തന്നെയാണ്. ഇബ്രാഹിം നബി പരീക്ഷണങ്ങളിൽ വിജയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലിന് പകരം മൃഗത്തെ അറുക്കുവാൻ വേണ്ടി മൃഗത്തെ നൽകിയെന്നതാണ്. ആ കൽപ്പനയുടെ റിപ്പോർട്ടിംഗ് ഖുർആനിൽ വന്നത് നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. പലപ്പോഴും കേട്ട സുത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ബലി നൽകുവാൻ വേണ്ടി കൽപ്പിക്കാൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് തഫ്സീറുകളിൽ മൃഗത്തെ, ആടിനെ ജിബ്രീൽ മുഖേന ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിന് നൽകി. അങ്ങനെ ആടിനെ അറുത്തു. ഈ രീതിയിലുള്ള പരാമർശങ്ങൾ വ്യാപകമായി പൗരാണിക കാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും എഴുതപ്പെട്ട എല്ലാ തഫ്സീറുകളിലും പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, ഉലമാക്കൾ എഴുതി വെച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുവാൻ വേണ്ടി കൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ബലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആളുകൾ ചോദിക്കും, ബലി തന്നെ വേണോ? സമർപ്പണം ഉണ്ടായാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ബലി? സമർപ്പണം ഉണ്ടായാൽ പോരെ? ആ ചോദ്യത്തിനുള്ള മറുപടി ബലി തന്നെ വേണം എന്ന. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഖദ് സദ്ദഖ്ത റുയ, സ്വപ്നത്തിൽ കണ്ട കാര്യം താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, ഒരു ഉരുവിനെ, ഒരു മൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് മുഫസ്സിറുകൾ വളരെ കൃത്യമായി ബലികർമ്മം ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പുനരാലോചനകൾ നടത്തേണ്ട ആവശ്യമില്ല. ബലി വേണമെന്നില്ല, സമർപ്പണം മതി എന്ന വാദം ദീനിൽ നിന്നുള്ള വ്യതിചലനമാണ്. അത്തരക്കാർ ബലിയെ മാത്രമല്ല നിഷേധിക്കുക, ഏത് ഇസ്ലാമിക അനുഷ്ഠാനത്തെയും അവർ നിഷേധിക്കും. ഉദാഹരണത്തിന് ഒരു കൂട്ടര് പറയാണ്, എന്തിനാ ഇങ്ങനെ നിസ്കാരവും റുക്കൂഉം സുജൂദൊക്കെ, എന്തിനാണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ? അള്ളാനെ ഓർത്താൽ പോരെ എന്ന് ചോദിച്ചാൽ പ്രശ്നമല്ലേ? വേറെ കൂട്ടർ ചോദിക്കാണ്, എന്തിനാണ് സക്കാത്ത്, ചാരിറ്റി ഉണ്ടായാൽ പോരെ, എന്തിനാണ് സക്കാത്ത് സംവിധാനം? വേറെ കൂട്ടർ ചോദിക്കുന്നു, എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? നോമ്പിന്റെ ലക്ഷ്യം തഖ്വ എന്നല്ലേ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? ആ തഖ്വ ഉണ്ടായാൽ പോരെ, നോമ്പ് തന്നെ വേണമെന്നുണ്ടോ തഖ്വ ഉണ്ടാവാൻ? അതേപോലെ തന്നെ ഹജ്ജും ഉംറയും എന്തിനാണ്? അതൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഇതിന് സമാനമാണ് ബലി. എന്തിനാണ്? ആ ബലിക്ക് പകരം മറ്റു ത്യാഗസമർപ്പണങ്ങൾ നടത്തിയാൽ പോരെ എന്ന ചോദ്യവും ഈ സ്ഥാനത്താണ് എന്നാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആശയം മാത്രമല്ല, അനുഷ്ഠാനവും മുതവാത്തിറാണ്. ഇസ്ലാമിന്റെ ആശയം അത് മാത്രമല്ല മുതവാത്തിറായിട്ടുള്ളത്, ഇസ്ലാമിലെ അനുഷ്ഠാനവും മുതവാത്തിറാണ്. എന്താണ് മുതവാത്തിർ എന്ന് പറഞ്ഞാൽ? അത് ആദ്യത്തെ തലമുറയിൽ നിന്ന് തൊട്ടടുത്ത തലമുറയിലൂടെ എത്തി നമ്മളിലേക്ക് എത്തിയതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുതവാത്തിറാണ്.
ആശയം മാത്രമല്ല ഇസ്ലാമിൽ മുതവാത്തിറായിട്ടുള്ളത്, കർമ്മങ്ങളും അനുഷ്ഠാനവും ഇസ്ലാമിലെ മുതവാത്തിറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ, സഹാബികളുടെ കാലം മുതൽ, താബിഈങ്ങളുടെ കാലം മുതൽ, താബിഈങ്ങളുടെ കാലം മുതൽ, സലഫുകളുടെയും ഖലഫുകളുടെയും കാലം മുതൽ അന്ന് തുടങ്ങിയ കർമ്മമാണ് ബലികർമ്മം. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മുതവാത്തിറായ അനുഷ്ഠാനത്തിൽ പെട്ടതാണ് ബലി. കിതാബ് പരതിക്കൊണ്ട് ബലി അന്ധവിശ്വാസമാണെന്ന് സമർത്ഥിക്കാൻ ഗവേഷണം നടത്തുന്നവർ ദീനിനെ പറ്റി പ്രാഥമികമായ വിവരമില്ലാത്തവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ബലിയുടെ ഉദ്ദേശം ഞാൻ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് മുതവാത്തിറാണ്. അപ്പൊ നമ്മള് ഒരാൾ പറയാണ് 14-ാം രാവിൽ മാനത്ത് തെളിയുന്നത് പൂനിലാവ് തന്നെയാണോ എന്ന് സംശയിക്കുന്നതിന് തുല്യമാണ് മേൽപ്പറഞ്ഞ അടിസ്ഥാനമായ കാര്യങ്ങൾ ദീനിൽപ്പെട്ടതാണോ എന്ന് പുനർവിചിന്തനം നടത്തുന്നത്. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ചിന്താഗതികൾക്കൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു അബ്രഹാം എന്ന് പറയുന്ന ഒരു പ്രത്യേക ദീനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ. അതിന് സൗദിയിലെ നിലവിലുള്ള രാജാവ് അതിന്റെ പിന്നിലുണ്ട്, ദുബായ് രാജാക്കന്മാർ അതിന്റെ പിന്നിലുണ്ട്, ഇമാറാത്തിലെ ആളുകൾ അതിന് പിന്നിലുണ്ട്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പണ്ട് അക്ബർ മുഗൾ ചക്രവർത്തി ഉണ്ടാക്കിയ ഒരു ദീനെ ഇലാഹി ഉണ്ടല്ലോ, ഇതേ ഒരു ദീനെ ഇലാഹി ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഉദ്ഹിയ്യത്ത്, എന്തിനാണ് ബലി, എന്തിനാണ് മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത്, അത് മറ്റു നിലയ്ക്കുള്ള ത്യാഗ സമർപ്പണങ്ങൾ പോരെ എന്ന് ചോദിക്കുന്നത് അതുപോലെയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇവിടെ ബലിയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതിൽ ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തേത് അള്ളാഹുവിനെ വാഴ്ത്തലാണ്, തക്ബീറാണ്, മൂന്നാമത്തേത് ഇഹ്സാനാണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജ് 37-ാം സൂക്തത്തിലൂടെ വളരെ കൃത്യമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നു. എന്താണ് ബലിയുടെ മഖ്സദ്, ലക്ഷ്യം എന്താണ്? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ബലികർമ്മത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ബലിയുടെ മാംസം അല്ലാഹുക്ക് വേണ്ട, ബലിയുടെ രക്തവും അല്ലാഹുക്ക് വേണ്ട. പിന്നെ അല്ലാഹുവിന് എന്താണ് വേണ്ടത്? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളിൽ നിന്നും അല്ലാഹുവിന് തഖ്വയാണ് വേണ്ടത് എന്നാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും ഉറപ്പുവരുത്തലാണ് ബലി. ഒരു ബലിമൃഗത്തെ നാം അറുക്കുന്നത് ഹലാലായ പണം മാത്രം ഉപയോഗിച്ചാവണം. അതാണ് തഖ്വയുടെ മൗലികമായ തലം എന്ന് പറയുന്നത്. ഹലാൽ കൊണ്ട് ബലിമൃഗത്തെ വാങ്ങുകയുള്ളൂ എന്ന വാശി ജീവിതം മുഴുക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബലിയാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്നതൊക്കെ കേവലം ഇറച്ചി വിതരണ പദ്ധതിയായി മാറും. ദൗർഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഉദ്ഹിയ്യത്തല്ല എന്ന് പലപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ ജീവിതം കണ്ടുകൊണ്ട് പറയേണ്ടി വരും. ഉദ്ഹിയ്യത്തല്ല ഇപ്പോൾ നടക്കുന്നത്, ബലിയല്ല ഇപ്പോൾ നടക്കുന്നത്, കേവലം ഇറച്ചി വിതരണ പദ്ധതിയാണ്. അപ്പുറത്തുള്ള ഇറച്ചിക്കടയിൽ നിന്ന് പള്ളിയുടെ പ്രത്യേകം തയ്യാറാക്കിയ കോമ്പൗണ്ടിലേക്ക് ഒരു ഇറച്ചി വിതരണ പദ്ധതി നടക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്താണ് ബലിയുടെ പ്രധാനപ്പെട്ട മർമ്മം? ഹലാൽ അല്ലാത്ത എല്ലാം ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റലാകണം ബലി. എന്റെ ജീവിതത്തിൽ ഹലാൽ അല്ലാത്തത് ഉണ്ടാവില്ല. അത് എല്ലാ രംഗത്തും ഹറാമായ എല്ലാ സംഗതിയെയും എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അറുത്തു മാറ്റും. അതാണ് ഉദ്ഹിയ്യത്ത്, അതാണ് ബലി. ഞാൻ കൈവശം വെക്കുന്ന എന്റെ അവകാശമല്ലാത്ത, എന്റെ ഭൂമിയിൽ എന്റെ അവകാശമല്ലാത്ത ഒരു തരി മണ്ണുണ്ട് എങ്കിൽ എന്റെ ബലി ബാത്തിലാണ്. അയൽവാസിയുടെ ഭൂമി വേലി ഇറക്കി കെട്ടി
സാമ്പത്തികമായ പിൻബലത്തിൽ കേസും മറ്റുമൊക്കെ നടത്തി ആരാന്റെ ഭൂമി കൈക്കലാക്കിയിട്ട് എന്നിട്ട് ഉളുഹിയത്തിന്റെ സന്ദർഭത്തിൽ ബലിപെരുന്നാളിന്റെ സമയത്ത് ഒരാടിനെ അറുത്തത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? പരിഹരിക്കപ്പെടുകയില്ല. ആ സാഹിബ് നടത്തുന്ന ബലിയല്ല, അത് കേവലം അറവാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാം. ഞാൻ ഉണ്ടാക്കിയ എന്റെ പ്രിയപ്പെട്ട മാളികയിൽ, എന്റെ വീട്ടിൽ ഹലാലല്ലാത്ത ഒരു കല്ലുണ്ടെങ്കിൽ, ഒരു പൊടി സിമന്റ് ഉണ്ടെങ്കിൽ എന്റെ ബലി ബാത്തിലാണ്, നിഷ്ഫലമാണ്. ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ വാങ്ങിയ വാഹനം, ഞാൻ ഉണ്ടാക്കിയ വീട്, ഞാൻ ധരിക്കുന്ന ഷർട്ട്, ഞാൻ ഉപയോഗിക്കുന്ന വീട്ടിലെ ഫർണിച്ചറുകൾ, ഇതെല്ലാ സംവിധാനത്തിലും ഹലാലല്ലാത്ത ഒരു നയാ പൈസ ഇതിലുണ്ട് എങ്കിൽ അത്തരം ആളുകൾ മഹല്ലിന് വേണ്ടി നൽകുന്ന ഷെയർ, അത്തരം ആളുകൾ ബലി നൽകുവാൻ വേണ്ടി നൽകുന്ന ഇതൊക്കെ ബാത്തിലാണ്, നിഷ്ഫലമാണ്. ഇത് ഓരോരുത്തർക്കും നല്ല ബോധം ഉണ്ടാവേണ്ടത്. ചില ആളുകള് ജോലി ചെയ്യിച്ചുകൊണ്ട് തൊഴിലാളിക്ക് ക്യാഷ് കൊടുക്കൂല. അതിങ്ങനെ നാളെ തരാം, അടുത്ത ആഴ്ച തരാം എന്ന് പറയും, നീട്ടി കൊടുക്കും. ചിലപ്പോൾ ഒരു മാസമായിട്ട് ശമ്പളം കൊടുത്തിട്ടുണ്ടാവില്ല സ്ഥാപനത്തിന്റെ ഉടമകൾ. എന്നാൽ അതേ സ്ഥാപനത്തിന്റെ ഉടമ പള്ളി കമ്മിറ്റിക്കാർ ഉളുഹിയത്തിന്റെ ഷെയർ വെച്ചപ്പോ വേഗം ഷെയർ കൊടുത്തു. ഇതെന്ത് ഷെയറാണ്? ഇത് ബലിയാകുമോ? പലചരക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് മാസം കഴിഞ്ഞ് 1.5 മാസം 2 മാസമായിട്ടും കച്ചവട സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് കാശ് കൊടുക്കാതെ നീട്ടി കൊണ്ടുപോകുന്നവൻ ഉളുഹിയത്തിന് വേണ്ടി ഷെയർ കൊടുക്കുമ്പോൾ ആ ഷെയറിന് എന്ത് ബർക്കത്താണ് ഉണ്ടാവുക, അതിനെന്ത് പുണ്യമാണ് ഉണ്ടാവുക. എത്ര മനുഷ്യന്മാർ അങ്ങനെയുണ്ട്. ഞാൻ ചില കച്ചവടക്കാരൊക്കെ കച്ചവട ലൈനിൽ സാധനങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ആളുകൾ അങ്ങനെ പരിചയപ്പെട്ടു. എന്താ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കടക്കാര് കാശ് തരാറുണ്ടോ എന്ന് ചോദിക്കും. ഒരുവിധം ആളുകളൊക്കെ പറയാ കാശൊക്കെ തരും. ആരാ തരാ? ഹിന്ദുക്കൾ തരുന്നു. ഹിന്ദുക്കൾ നടക്കുന്ന സ്ഥാപനത്തിലാണ് എങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് കിട്ടുവാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. എന്നിട്ട് അവർ പറയാണ്, പക്ഷേ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുത്ത സാധനത്തിന്റെ ഉൽപ്പന്നത്തിന്റെ ക്യാഷ് കിട്ടാൻ ചോദിച്ചാൽ മുഖം കറുക്കും. ഞാനെന്താ ഇവിടെ നിന്ന് കുറ്റിയെടുത്ത് പോവോ? എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊടുക്കാനുള്ള ക്യാഷ് നീട്ടി വെച്ച് അത്തരം ആളുകൾ ബലികർമ്മത്തിലേക്ക് ഷെയർ കൊടുക്കുമ്പോൾ ഇതെന്ത് ബലിയാണ് കൂട്ടരെ? ഇസ്ലാം പറഞ്ഞ ബലി ഇങ്ങനെയൊക്കെ ആയിരുമോ? ഇതൊക്കെയാണ് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്. പാൽക്കാരന് കാശ് കൊടുക്കാനുണ്ടാവും, പത്രം നടത്തുന്ന ഏജന്റിന് കാശ് കൊടുക്കാൻ, അതൊക്കെ നീട്ടിവെച്ച് ഉളുഹിയത്തിലേക്ക് ഷെയർ കൊടുക്കുമ്പോൾ ഇവിടെയാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു ബലിയായി മാറുകയില്ല. ഇത് കേവലം അറവ, ഇറച്ചി വിതരണ പദ്ധതിയായിട്ട് ഇത് മാറുകയുള്ളൂ. ഇസ്ലാമിക ശരീഅത്തിലെ ഉളുഹിയത്താവുകയില്ല. അതുകൊണ്ട് ബലിമൃഗത്തെ വാങ്ങിക്കുമ്പോൾ നാം പുലർത്തിയ സൂക്ഷ്മതയുണ്ടല്ലോ, ആ സൂക്ഷ്മത ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലുമുള്ള സൂക്ഷ്മതയായി മാറുന്നിടത്ത് മാത്രമാണ് യഥാർത്ഥ ബലിയാവുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോളൂ, എല്ലാവരും ചിന്തിച്ചോളി. ഞാൻ ബലിമൃഗത്തിന് വേണ്ടി ഉളുഹിയത്തിന് വേണ്ടി കൊടുത്ത കാശ് അത് അള്ളാഹ് സ്വീകരിക്കുമോ? ഞാൻ കൊടുത്ത ഷെയർ, ഞാൻ കൊടുത്ത അത് അള്ളാഹുവിൽ സ്വീകാര്യമാകുമോ? എല്ലാവരും നന്നായിട്ട് ആലോചിക്കേണ്ടത്. അൽ ജസീറ നെറ്റിൽ വന്ന ഒരു വളരെ പ്രൗഢമായ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ പേര് ഹജ്ജ് അം സിയാഹ കൈഫ ഫഖദത് ഫരീദത്തുൽ ഹജ്ജ് റൂഹാനിയതഹ. ലേഖനത്തിന്റെ പേരാണത്. ഹജ്ജ് അത് ഹജ്ജാണോ അതോ ടൂറിസം ടൂറാണോ? എങ്ങനെയാണ് ഹജ്ജിന് അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടത്? ഇതാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ടിന്റെ അർത്ഥം. അതാണ് ആ തലക്കെട്ടിൽ ആ ലേഖനം എഴുതിയ മഹാനായ ബിലാൽ റാമിസ് ബക്കിരി എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹം ഒരു വാചകം അവസാനമായി കൊടുത്തിരിക്കുന്നു. യഥാർത്ഥ ബലി എന്ന് പറയുന്നത് ലൈസത് മാ യുൻഹറു മിൻ ബഹീമത്തിൽ അൻആം, നാൽക്കാലികളെ അറുക്കുന്നതല്ല യഥാർത്ഥ ബലി. അള്ളാഹ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ബലിയും അതല്ല. പിന്നെ എന്താണ്? എന്താണ് യഥാർത്ഥ ബലി എന്ന് പറഞ്ഞാൽ? ബലിയിലൂടെ ഉണ്ടാവേണ്ടത് എന്റെ മനസ്സിൽ കുറെ ഇച്ഛകളുണ്ട്, ആ ഇച്ഛകളെ കശാപ്പ് ചെയ്യണം.
അതിനെയാണ് അറുക്കേണ്ടത്. എന്റെ ജീവിതത്തിൽ ഒരുപാട് താൻ പോരിമകളുണ്ട്, തൻ പ്രമാണിത്വങ്ങളുണ്ട്, അഹംഭാവമുണ്ട്, അഹംബോധമുണ്ട്, ജ്ഞാനീയത്തുണ്ട്, ഞാൻ എന്ന ഭാവമുണ്ട്. ഇതിനെ എല്ലാത്തിനെയും അറുക്കലാണ് യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയാണ് വളരെ മോശമായ ബന്ധങ്ങളെ തകർക്കുന്ന, പടപ്പുകളും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുന്ന, പടപ്പുകളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധങ്ങളെ തകർക്കുന്ന ഷഹവാത്തുകൾ, ഇച്ഛകൾ, ഇതിനെയെല്ലാം അറുത്തു മാറ്റലാണ് ബലി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ നാളെ കണ്ട് അറക്കാൻ പോവാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിട്ട് മൃഗത്തെ അറുത്ത് ചോരങ്ങ് രക്തമങ്ങ് തെറിപ്പിക്കാൻ. അള്ളാഹ് ഈ ചോരല്ല വേണ്ട കേട്ടോ. നമ്മുടെ മനസ്സിൽ ഒരുപാട് ജാഹിലിയത്തുകളുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇച്ഛകളുണ്ട്, താല്പര്യങ്ങളുണ്ട്, നിഫാക്കിന്റെ സ്വഭാവങ്ങളുണ്ട്, കാപട്യത്തിന്റെ അടയാളങ്ങളുണ്ട്. അതിന്റെ തലയ്ക്ക് അതിന്റെ ഉടലിലാണ് കത്തിവെക്കേണ്ടത്. അല്ലാതെ ഈ പാവപ്പെട്ട മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചത് കൊണ്ട് ഒരു ഫലവുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഈ ബലിയിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത് ഒരിക്കലും രക്തമല്ല, മാംസമല്ല അള്ളാഹുവിന് വേണ്ടത്. നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് വേണ്ടത്. ഈ തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ബലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ അർത്ഥത്തിലേക്ക് ബലിയെ ഉയർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിനെയും വീടിനെയും കുടുംബാംഗങ്ങളെയും മക്കളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബലിപെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആദാബുകളും ചില സുന്നത്തുകളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ബലിപെരുന്നാൾ യഥാർത്ഥത്തിൽ പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ പള്ളിയിൽ വെച്ചല്ല നടത്തേണ്ടത്, പുറത്ത് വെച്ചിട്ടാണ് നടത്തേണ്ടത്. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാലാവസ്ഥയുടെ ആനുകൂല്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഇപ്രാവശ്യം നാം പള്ളിയിൽ തന്നെയാണ് ഈദ്ഗാഹ് പെരുന്നാൾ നമസ്കാരം നടത്തുന്നത്. അപ്പോൾ പെരുന്നാൾ നമസ്കാരം പള്ളിയിലേക്കാവട്ടെ ഈദ്ഗാഹിലേക്കാവട്ടെ പോകുമ്പോഴൊക്കെ പരമാവധി എല്ലാവരും നടന്നുകൊണ്ടു പോവാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് ബർക്കത്ത് എന്നാണ്. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമാണ് വാഹനമൊക്കെ എടുക്കേണ്ടത്, ബൈക്കും കാറും ഒക്കെ ആയിട്ട് വരുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് വരിക എന്നതാണ് അതിൻ്റെ സുന്നത്തും, അതാണ് ഇസ്സത്തും എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നാലോ അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പോയാലോ, മുസല്ലയിലാണ് ഈദ്ഗാഹാണ് എങ്കിൽ അവിടെ പോയാൽ പ്രത്യേകിച്ചൊരു സുന്നത്ത് നമസ്കാരം ഇല്ല, പെരുന്നാൾ നമസ്കാരം മാത്രമേ ഉള്ളൂ. മുസല്ലയിൽ വന്നിട്ട് വേഗം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പള്ളിയിലാണ് വരുന്നത് എങ്കിൽ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന നിലയ്ക്ക് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പോകുന്നതും മടങ്ങുന്നതും വ്യത്യസ്ത വഴികളിലൂടെയാക്കാൻ ശ്രമിക്കണം. പള്ളിയിലേക്ക് വരുന്നത് ഒരു വഴിയിലൂടെ, തിരിച്ചു പോകുന്നതും വേറൊരു വഴിയിലൂടെ. ഇതൊക്കെ പ്രവാചകന്റെ സുന്നത്താണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആലിംഗനം നടത്തുക. കുട്ടികളാവട്ടെ, ചെറിയവരാവട്ടെ, വലിയവരാവട്ടെ, എല്ലാവരും നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അങ്ങോട്ട് ആ ആലിംഗനത്തിലൂടെ അങ്ങോട്ട് തീരണം. അപ്പൊ അതിന് ആലിംഗനം ചെയ്തുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് ചില വാക്കുകളൊക്കെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കാം. അതിലൊന്നാണ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും.
കുല്ലുക്കും ആമിൻ വ അൻതും ബിഖൈർ, ഈദുക്കും സഈദ്, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കാം. ഈദ് മുബാറക് നമ്മുടെ നാട്ടിലെ ഉറുഫാണ് ഈദ് മുബാറക് എന്ന് പറയുന്നത്. ചില ആളുകൾ അതൊക്കെ ബിദ്അത്താണ്, അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ നാട്ടിലെ ഒരു ഉറുഫാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഈദ് മുബാറക് അതിൽപ്പെട്ടതാണ്. എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഉപയോഗിച്ച പദങ്ങളിൽ കാണുവാൻ സാധിക്കുക, ഒന്ന് ഈദുക്കും സഈദ്, രണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, മൂന്ന് കുല്ലുക്കും ആമിൻ വ അൻതും ബിഖൈർ എന്ന് പറയുന്ന ചില പ്രത്യേകമായ ഉപചാര വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പരസ്പരം കുടുംബ സന്ദർശനങ്ങളൊക്കെ നടത്തണം. അതിന് സമയം കണ്ടെത്തണം. അതിലൊക്കെ പ്രത്യേകമായ ബർക്കത്തും പുണ്യവും ഒക്കെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഓർമ്മ പെരുന്നാൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബ ജീവിതത്തെ കൂടിയുള്ള ഓർമ്മ പെരുന്നാളാണ്. അത് വല്ലാത്തൊരു കുടുംബ ജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം എല്ലാവരും പരസ്പരം കുടുംബ സന്ദർശനം നടത്തണം. പല ആളുകളും തെറ്റി നടക്കുന്നുണ്ട്. ജ്യേഷ്ഠനന്മാർ തെറ്റി നടക്കുകയാണ്. ആ സ്വഭാവം മക്കളും സ്വീകരിക്കുകയാണ്. മക്കൾ മനസ്സിലാക്കണം, വാപ്പാനെ ഏതായാലും പ്രായമായി, ഇനി മക്കളായിട്ട് തെറ്റി നടക്കണ്ട, വാപ്പാനെ തിരുത്താൻ മക്കൾക്ക് കഴിയണം. അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം. ഇബ്രാഹിം നബി വാപ്പാനെ തിരുത്തി, മകൻ വാപ്പാനെ തിരുത്തിയതിന്റെ ചരിത്രമാണ് ഇസ്ലാമിക ജീവിതം, ഇബ്രാഹിം നബിയുടെ ജീവിതം. അതുകൊണ്ട് മക്കളുണ്ട് എങ്കിൽ, ജ്യേഷ്ഠ വാപ്പയും മെളാപ്പയും തമ്മിൽ ഇങ്ങനെ മൂത്താപ്പി തമ്മിലൊക്കെ ഇങ്ങനെ തെറ്റി നടക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ തിരുത്താൻ മക്കൾക്ക് കഴിയണം. നിങ്ങൾ പറയണം, എന്തിനാ വാപ്പ 5 ആളുകൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്താ നിങ്ങൾ ഇങ്ങനെ 5നോട് മിണ്ടാത്തത്? എന്താ നിങ്ങളുടെ പെങ്ങളോട് സംസാരിക്കാത്തത്? എന്താ പെങ്ങളുടെ വീട്ടിൽ പോവാത്തത്? ഇത് ചോദിക്കാൻ മക്കൾക്ക് കഴിയണം. മക്കൾ തിരുത്തണം. ആ അർത്ഥത്തിലേക്ക് ഉയരുവാൻ കഴിയേണ്ടവർ. അതേപോലെ തന്നെ അയൽവാസികളെ സന്ദർശിക്കുക, അയൽവാസികളുമായുള്ള ബന്ധം ഊഷ്മളമാക്കുക. ഇതൊക്കെ പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം ഞാനും നിങ്ങളും ഒക്കെ ചെയ്യണം. നാളെ അതിനുള്ള അവസരമാണ് നമുക്കുള്ളത്. ഇൻഷാ അള്ളാഹ് ആ അർത്ഥത്തിൽ നാളെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ബലി പെരുന്നാൾ സുദിനത്തെ ഏറ്റവും നല്ല ദിവസമാക്കി മാറ്റണം. എല്ലാ ജാഹിലിയത്തുകളെയും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റണം. എല്ലാ ന്യൂനതകളെയും കുറവുകളെയും താൻപോരിവകളെയും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റണം. ആ അർത്ഥത്തിൽ നാളത്തെ സുദിനത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനും ആഘോഷിക്കുവാനും കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയുടെ മുൻവശത്തുള്ള സുലൈമാൻ സാഹിബിന്റെ ഭാര്യ ആമിനക്കുട്ടി കഴിഞ്ഞ ആഴ്ചയിലാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുവാൻ സാധിച്ചില്ല, മറന്നുപോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരേതയ്ക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമാക്കി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ മലങ്കു മാഷിന്റെ ഭാര്യ ഐസുമ്മ, റഫീഖ് മാഷിന്റെ ഒക്കെ ഉമ്മ, അവരും അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ പനക്കപ്പറമ്പിൽ ഉമർ മാഷ് ഹോസ്പിറ്റലിലാണ്. എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് കാര്യം ഷെയർ ഇനിയും ആവശ്യം ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. 7000 രൂപയാണ് ഷെയർ ഓഫർ ചെയ്തിട്ട് ക്യാഷ് കൊടുക്കാത്ത ആളുകളിൽ ക്യാഷ് കൊടുക്കണം. ഇനിയും ഷെയർ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചേരാവുന്നതാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ അതേപോലെ തന്നെ ഒരു സഹോദരി വീണ് എല്ല് പൊട്ടി ഹോസ്പിറ്റലിലാണ്, ഓപ്പറേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും ഇതേപോലെ പ്രയാസം അനുഭവിക്കുന്ന, ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന, മറ്റും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി പോയിട്ടുള്ള എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസയിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവർ ഇന്ന് പട്ടിണി കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കണം. പടച്ചവനെ, നീ അവർക്ക് വയർ നിറച്ച് ഭക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ദാഹം മാറുവാൻ വെള്ളം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുവാൻ അവർക്ക്
അതിനുള്ള സാഹചര്യം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് അവർ. പടച്ചവനെ, നീ അവർക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ പോരാട്ടം നീ ജയിപ്പിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.